കണ്ടോ? അപ്പൊ കൃത്യമായി പറഞ്ഞതാണ്, വിശദീകരിച്ചതാണ്. എന്നിട്ടും പിന്നെയും ഹേയ് അല്ലാഹുമ്മ ജന്നിബിന ശൈത്താന വ ജന്നിബി ശൈത്താന ഫീമാ റസഖ്തന, ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോ പ്രാർത്ഥിക്കേണ്ട വാചകം റസൂലുള്ള പഠിപ്പിച്ചതാണ്. അതല്ലെങ്കിൽ പിശാച് സ്പർശിക്കും എന്നത് ബുഖാരി ധരിക്കണ ഹദീസ. ഇവിടെ വന്നിട്ട് എന്തൊക്കെ മൂപ്പര് ചോദിക്കണത് കണ്ടോ? ഈ നാട്ടിൽ എത്ര മുസ്ലിങ്ങൾ ഉണ്ടാവും, അവരൊന്ന് ദുആ ചെയ്യാം. അപ്പൊ അവരൊക്കെ ജിന്നിന്റെ കുട്ടി, പിശാചിന്റെ സ്പർശനം ഉണ്ടാകും എന്ന് പറയുമ്പോ മാന്യ സഹോദരങ്ങളെ, മുത്തുനബി പറഞ്ഞൊരു വാചകാണ്. അല്ലാതെ ജിന്ന് അവിടെ ഉണ്ടാകുന്ന കുട്ടിയൊക്കെ ജിന്നിന്റെ കുട്ടിയാണെന്നല്ല, അത് കൃത്യമായി പറഞ്ഞു. നേരെ മറിച്ച് പിശാച് സ്പർശിക്കും. ഞാൻ ശ്രീമൂലത്ത് പ്രസംഗിക്കുമ്പോ അവിടെ ഇതുപോലൊരു ചോദ്യം എഴുതരാ. എന്ത്? നിങ്ങൾ പറഞ്ഞല്ലോ പിന്നെ ഭാര്യയുമായി ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുമ്പോ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ പിശാച് സ്പർശിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പറഞ്ഞല്ല, മുഹമ്മദ് നബി പറഞ്ഞതാണ്. നിങ്ങൾ നോക്കൂ, ഫത്തുൽ ബാരി വായിച്ചു നോക്കൂ. അതുപോലെ ലംയത്ത് മിസ്സുന്ന ഇൻസും ഖബലഹും വലാജാൻ എന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ മഹാനായ ഇബ്നു ജരീർ തബരിയുടെ തഫ്സീർ പരിശോധിച്ച് നോക്കൂ. അവിടേക്ക് ഈ വിവരം പറഞ്ഞിട്ടുണ്ട്. ആ ദുആ ചെയ്യാൻ നബി പറഞ്ഞതാ. നമ്മൾ അതൊക്കെ മാനിച്ചിട്ട് ദുആയൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ആ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുക. ഇനി മടവൂരികൾക്ക് വശമാണോ? നിങ്ങൾ ദുആ ചെയ്യണ്ട. നിങ്ങൾക്ക് വശമാണെങ്കിൽ നിങ്ങൾ ദുആ ചെയ്യണ്ട. എന്തിനത് പരിഹസിക്കണം? ശൈത്താന്റെ അടികൊള്ളാൻ നിങ്ങൾക്ക് തീരുമാനം. പടച്ചോരങ്ങനെ വിധിച്ച് നമ്മളെന്ത് ചെയ്യും? ഞങ്ങളുടെ നബി പറഞ്ഞു അങ്ങനെ പ്രാർത്ഥിക്കണം, ഞങ്ങൾ പ്രാർത്ഥിക്കാതിരിക്കാം. നിങ്ങൾ പ്രാർത്ഥിക്കണം, ഞങ്ങൾ പ്രാർത്ഥിക്കാതിരിക്കും. ഞങ്ങൾ ദുആ ചെയ്യും, നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾ ദുആ ചെയ്യണ്ട. എന്തിനാ ഈ വൃത്തിയോട് പറഞ്ഞിട്ട് റോഡിലൂടെ നടക്കുന്നത്? ഇവിടെ എത്ര സമയം അതിനു വേണ്ടി ചെലവഴിക്കിയത്? ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിന് പ്രവാചകൻ എന്ന് ദുആ ചെയ്യാൻ പറഞ്ഞു, പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അതിന് മുഹമ്മദ് നബി മുജാഹിദുകളെ മുഴുവൻ പരിഹസിക്കുക. പിന്നെന്താ ഇവിടെ ഒരു വലിയ വിഷയം? എന്താ? സിഹ്ർ. അങ്ങനെ തിരിച്ചും മറിച്ചും. കണ്ടോ, നബി അന്തം കമ്മിയാണ്. ഇവിടെ മുസ്ലിയാർ പ്രസംഗിച്ച CD എൻ്റെ ഉണ്ട്. നിശ്ചയിച്ചാല് നബിക്ക് സിഹ്ർ ബാജിന് മുഹമ്മദ് നബി അന്തം കമ്മിയായിട്ട് നടന്നു. അന്തം കമ്മിയായിട്ട് നടന്നു എന്ന് വരെ ഇവിടെ പറഞ്ഞില്ലേ? എന്നാൽ ഞങ്ങൾ ചോദിച്ചല്ലോ, ഷബാബിൽ ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. ഞാൻ വായിക്കുന്നതിന് മുമ്പ് പലപ്പോഴും വായിച്ചു. കണ്ടോളൂ, സിഹ്ർ യാഥാർത്ഥ്യമാണെന്ന് പറഞ്ഞ ഷബാബ്. ഇത് 2000-ന് ശേഷമുള്ള ഷബാബാണ്. 2000-ന് ശേഷമുള്ള ഷബാബ്. സിഹ്ർ യാഥാർത്ഥ്യം. അത് കൃത്യം പറഞ്ഞു. നബിക്ക് സിഹ്ർ ബാധിച്ചു. അത് കണ്ടപ്പോ രണ്ടാമത് വീണ്ടും സംശയം ഉണ്ടായിട്ട് ചോദിച്ചു, നബിക്ക് സിഹ്ർ ബാധിച്ചു എന്ന് പറഞ്ഞത് ശരിയാകും? നബിക്ക് സിഹ്ർ ബാധിച്ചു എന്നുള്ളത് ശരിയാണ്. അത് ഖുർആനിനെതിരല്ല, ഹദീസിനെതിരല്ല എന്ന് ശക്തമായി തന്നെ ചെറിയ മുണ്ടം എഴുതിയ ലേഖനം ഷബാബിലാണ്. മിണ്ടൂലവര് എന്തേ? അതേ ശംസുദ്ദീൻ ഭാരത് പറയുന്നു, ഡോക്ടർ സുബൈർ പറയുന്നു, അബ്ദുറഹ്മാൻ സലഫി പറയുന്നു. അങ്ങനെ ഓരോരുത്തരും ക്ലിപ്പ് ഇങ്ങനെ മാറ്റിയിട്ട് ആരിഫ് ഇബ്നു സലീം പറയുന്നു, ഷബാബും പറയുന്നു, ചെറിയ മുണ്ടവും പറയുന്നു. ഞങ്ങൾക്ക് പറയാനുള്ളത് ചെറിയ മുണ്ടവും പറയുന്നു, അബ്ദുറഹ്മാൻ സലഫിയും പറയുന്നു, അതുപോലെ തന്നെ ഡോക്ടർ സുബൈറും പറയുന്നു, റഊഫ് മദനിയും പറയുന്നു, അലിമുല്ലാക്ക എതിർക്കുന്നു. എന്തലിമുല്ലാക്ക ഇവരുടെ മുന്നിൽ? അബ്ദുറഹ്മാൻ സലഫിയുടെ മുന്നിൽ, ശംസുദ്ദീൻ ഭാരത്തിന്റെ മുന്നിൽ, അതുപോലെ തന്നെ KK സക്കരിയ സലാഹിയുടെ മുന്നിൽ, റഊഫ് മദനിയുടെ മുന്നിൽ, ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനിയുടെ മുന്നിൽ അലിമുല്ലാക്ക എന്താണ് ഈ സാധനം? നിങ്ങൾ ആലോചിച്ച് നോക്ക്, മനസ്സിലാക്കണം. എന്നിട്ട് മൂപ്പർ ഇങ്ങനെ ഇട്ടിട്ട് കണ്ടോ നബി അന്തം കമ്മി. നിങ്ങളുടെ ആ വായ് കൊണ്ടത് പറഞ്ഞല്ലോ. ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് പറഞ്ഞതിന്റെ പേരിൽ മുഹമ്മദ് നബി അന്തം കമ്മി എന്ന് വിളിച്ചാൽ നാവ് നിങ്ങൾക്ക് തോന്നിയാസൊക്കെ വിളിച്ചു പറയാ. ആരെങ്കിലും മൈക്കേട്ട് തരുന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇസ്ലാമിനെയും മുസ്ലിമിനെയും മുജാഹിദുകളെയും ഖുർആാനിനെയും ഹദീസിനെയും ചോദ്യം ചെയ്താൽ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് നിർവഹിക്കാനുള്ള ദൗത്യം ഞങ്ങൾ നിർവഹിക്കും കൃത്യമായി. എങ്കിലും കേട്ടോ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഈ രൂപത്തിൽ പ്രസംഗിക്കുന്ന, ഇസ്ലാമിനെതിരെ സംസാരിക്കുന്ന, ഹദീസുകളെ ചോദ്യം ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മറുപടി പറയൂ. 2 ഷബാബ് ഞാൻ കാണിച്ചത്. നിങ്ങൾക്ക് അതിന്റെ ഫോട്ടോ കോപ്പി എവിടെയെങ്കിലും ഞാൻ തരും. എന്തെങ്കിലും കട്ടിച്ചിട്ടുണ്ടോ മുറിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് പരിശോധിക്കാം. ഇനി കണ്ടോളൂ, ഇനിയും കാണാം. അടുത്ത ഷബാബില് നഖം മുറിച്ചാൽ മുടി വെട്ടിയാൽ കുഴിച്ചിടാൻ മുഹമ്മദ് നബി പറഞ്ഞു. ഒരു ഷബാബില നഖവും മുടിയും മുറിക്കണം എന്ന് പറഞ്ഞു. അതെന്താ കാരണം? നഖവും മുടിയും മുറിച്ചു കളഞ്ഞിട്ട് അത് കുഴിച്ചിട്ടില്ലെങ്കിൽ അത് സിഹ്ർ ചെയ്യുന്നവർ ഉപയോഗപ്പെടുത്തിയേക്കാം. അത് നിങ്ങൾക്ക് എന്താ സിഹ്ർ? അതൊന്നുമില്ലല്ലോ, സിഹ്ർ വലിക്കൂലെന്നല്ലേ? അങ്ങനെയാണ് ഖുർആൻ പറഞ്ഞതല്ലേ? എങ്കിൽ പിന്നെ മുടിയും നഖം കുഴിച്ചിടണം, കൊണ്ടുപോയി കൊടുക്കവർക്ക്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ രൂപത്തിൽ വരെ ഷബാബിൽ ഈ അടുത്ത് ഓരോ കൊല്ലാണത് കൃത്യമായിട്ട് നമുക്കത് കാണാൻ കഴിയും. ഷബാബിൽ ഓരോ കൊല്ലത്തിലാണ് എഴുതിയത്. 2004 എഴുതി, 2005 എഴുതി, 2006 എഴുതി. നമ്മളല്ല എന്താ ഇതിന് മറുപടി പറയുന്നത്? നിങ്ങൾ ആരെയാണ് ഈ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നത്?
ആരെയും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത്? തീർന്നില്ല. CM മൗലവി ഒരു പുസ്തകം സിഹ്ർ നിഷേധിക്കാൻ വേണ്ടി എഴുതിയതാ. എന്നിട്ട് അതിൽ പോലും എഴുതി. എന്താ എഴുതിയത്? സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ പണ്ഡിതന്മാരും സഹാബികളും താബികളും ഒക്കെ സിഹ്ർ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞവരാണ്. ഈ പുസ്തകത്തിൽ കൃത്യമായിട്ട് എഴുതി സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ പണ്ഡിതന്മാരും സഹാബികള് താബികള് തബൗത്താബികൾ മുഴുവൻ സിഹ്ർ ഫലിക്കുമെന്ന് പറഞ്ഞവരാണ്. സിഹ്ർ യാഥാർത്ഥ്യം വന്ന മടവൂരികളുടെ ജംഇയ്യത്തുൽ ആളാണ് ആര്? CM മൗലവി. ആലുവയിലുള്ള CM മൗലവി വരെ പച്ചയായി എഴുതി വെച്ചു. തീർന്നോ? തീർന്നില്ല. ഇനി കേട്ടോ, അബ്ദുറഹ്മാൻ സലഫിയുടെ കൂട്ടത്തിൽ, ശംസുദ്ദീൻ പാലത്തിന്റെ കൂട്ടത്തിൽ, അതുപോലെ തന്നെ ഹാരിസ് ഇബ്നു സലീമിന്റെ കൂട്ടത്തിൽ നിങ്ങൾക്കിടാൻ ഒരു ക്ലിപ്പ് കൂടി ഞങ്ങൾ തരാം. റഊഫ് മദനി തന്നെ അദ്ദേഹം പറയാ സിഹ്ർ ഫലിക്കുമെന്ന് ഖുർആനിലുണ്ട്. സിഹ്ർ ഫലിക്കും എന്ന് ഖുർആനിലുണ്ട്. കേട്ടോളൂ നിങ്ങൾ. ഇനി ഞാൻ ഈ ഖുർആനിൽ വന്ന കാര്യങ്ങളൊന്ന് പഠിക്കാൻ മെനക്കെട്ടോ നമ്മൾ 2 മിനിറ്റ്. എന്താ മനസ്സിലാവുക? സിഹ്ർ എന്നൊരു പറഞ്ഞ വസ്തുതയുണ്ട് എന്ന് ഖുർആൻ അംഗീകരിക്കുന്നു. പഠിക്കാനും പഠിപ്പിച്ചു കൊടുക്കാനും പറ്റുന്ന പറഞ്ഞാൽ ദീനിയായി അനുവദനീയം എന്നർത്ഥമില്ല, സാധിക്കുന്ന ഒരു വിജ്ഞാനം. എന്തെല്ലാം ദുൽമ് മനുഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്യേണ്ടി ദുനിയാവില്, ആ കൂട്ടത്തിലൊരു ദുൽമ്, സിഹിർ കൊണ്ട് ദുൽമ ചെയ്യുക. അങ്ങനത്തെ ഒരു വിജ്ഞാനം, ഒരു അറിവ്, ഒരു സംഗതി ഉണ്ട് എന്ന് ഖുർആൻ അംഗീകരിക്കുന്നു. സിഹിർ ഇല്ല എന്ന് പറയാൻ നടക്കണ ഖുർആൻ അതുണ്ടെന്ന് പറയും. ഉണ്ട്, സംഗതി ഉണ്ട്, അങ്ങനെ കാര്യമുണ്ട്. സമാധാനമായിട്ടോ എന്ന് വിചാരിക്കണ്ട. നമ്മൾ വിചാരിച്ച എല്ലാം കൂടി തലയിലുണ്ട് എന്നല്ല, സിഹിറുണ്ട്. പിന്നെ ഖുർആന്റെ പ്രയോഗം കണ്ടാൽ മനസ്സിലാക്കുക, ഒരു വൃത്തികെട്ട സംഗതി, ഒരു മോശപ്പെട്ട സംഗതി, ഒരു ചീത്ത കാര്യമായിട്ടാ ഖുർആൻ പറഞ്ഞേ. നബിമാരെ ചീത്ത വിളിക്കാൻ നാട്ടുകാർ ഉപയോഗിച്ചൊരു വാക്കാണ്. സുലൈമാൻ നബി അലൈഹി സ്വലാം കാഫറായിട്ടില്ലടോ, അത് ചെയ്തോ കാഫറാവുന്ന ഖുർആൻ പറഞ്ഞേ. അത് ചെയ്ത മനുഷ്യന്മാരെ ഖുർആൻ വിളിച്ച വാക്ക് ശൈത്താന്മാരെന്നാ. സിഹിറുമായി ബന്ധപ്പെട്ട മനുഷ്യന്മാരെ മുഴുവൻ ഖുർആൻ വിളിച്ച വാക്ക് ശൈത്താന്മാരെന്നാ. അപ്പൊ ശൈത്താന്മാരെ എന്ന് വിളിച്ചൊരു കാര്യം കാഫറായി പോകുമെന്ന് പറഞ്ഞൊരു കാര്യം എങ്ങനെ നല്ലതായി തീരുക? ഒരു വൃത്തികെട്ട മോശപ്പെട്ട ഒരു ചീത്ത കാര്യമായിട്ടാണ് ഖുർആൻ നമുക്ക് ചൊല്ലിത്തരുന്നത്. പിന്നെ ഖുർആൻ ഈ കാര്യത്തെപ്പറ്റി പഠിപ്പിച്ചിരുന്നത് വ്യാപകമായൊരു സ്വാധീനമുള്ള ഒരു കാര്യമായിട്ടില്ല. ഇത്തിരി തോന്നലുണ്ടാക്കാൻ സാധിക്കും മനുഷ്യ മനസ്സുകളിൽ, കണ്ണുകൾക്ക് ഇത്രയുള്ളൂ. നോക്കി നിൽക്കുന്ന മനുഷ്യന് എന്നിങ്ങനെ തോന്നിപ്പിക്കാൻ സിഹിർ കൊണ്ട് സാധിക്കുമെന്നാണ് മാക്സിമം ഖുർആൻ പറഞ്ഞത്. അതിൽ കവിഞ്ഞ് ഖുർആൻ ഒന്നും പറഞ്ഞില്ല. അപ്പൊ പിന്നെ ഭാര്യാഭർത്താക്കന്മാരെ തമ്മിൽ തെറ്റിക്കാനോ അത് ഇതിന്റെ ബാക്കിയാണ്. എന്താണെന്നറിയോ? ഭാര്യാഭർത്തൃ ബന്ധത്തിന്റെ കാതൽ മുഴുവൻ എന്താണെങ്കില് പരസ്പരമുള്ള സ്നേഹം. ഈ സ്നേഹം നമ്മൾ കാണുന്നില്ല. ഹലോ, ഭാര്യ ഭർത്താക്കന്മാരെ തെറ്റിക്കാൻ കഴിയും, ചെറിയ രൂപത്തിലുള്ള തോന്നലുകൾ എത്തിക്കാൻ കഴിയുന്ന അവരുടെ സിഹിറുണ്ട്. ഖുർആൻ ഹദീസ് മൂപ്പര് പഠിച്ചിട്ടാ പറയുന്നത്, ഖുർആൻ പരിശോധിച്ച് പറയാന്ന് പറയുന്നത്. ഇനി നബിക്ക് സിഹിർ ബാധിച്ചോ? അതാണല്ലോ ഇവിടെ ഇട്ടത്. തിരിച്ചും മറിച്ചും ക്ലിപ്പിട്ടിട്ട് അന്തല്ലാത്ത ആളാണ് മുഹമ്മദ് നബി എന്നൊക്കെ പറഞ്ഞല്ലോ. ഇവിടെ മുഹമ്മദ് നബി അള്ളാഹിനെ പേടിച്ച് ജീവിച്ച ആളല്ല, സൂക്ഷ്മത പാലിച്ച ആളല്ല, അതുപോലെ തന്നെ ദിക്ർ ചൊല്ലിയ ആളെല്ലാം തിരിച്ചും മറിച്ചും കിട്ടല്ലോ. ഇവിടെ ഇവര് വിചാരിച്ച് എന്താ, 2 വൈരുദ്ധ്യാണ് പോലും. മുഹമ്മദ് നബി എന്ന് പറഞ്ഞ ആരാന്നറിയോ? മുഹമ്മദ് നബി ജനങ്ങൾക്ക് മാതൃകയാകാമെന്ന ആളാ. മുഹമ്മദ് നബി ജനങ്ങൾക്ക് മാതൃകയാകാമെന്ന ആളാ. ചില കാര്യങ്ങൾ മുഹമ്മദ് നബിയിൽ സംഭവിക്കും. എന്തിനാ? മറ്റുള്ളവരെ പഠിപ്പിക്കാൻ. എന്ത് ചെയ്യണം? നബി നമസ്കാരത്തിൽ മറന്നു. നബി നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ എത്ര റക്അത്താ നമസ്കരിച്ചതെന്ന് മറന്നു. മടവൂരി ഹദീസ് കേൾക്കണം, നാളെ വന്നിട്ട് ചോദിക്കും, കണ്ടാ നമസ്കരിച്ചപ്പോ പോലും മറന്ന നബിയാ, വഹി ഇറങ്ങിയപ്പോ മറന്നോന്ന് എങ്ങനെ കാണും? മടവൂരി അതും ചോദിക്കും, അതിനപ്പുറവും ചോദിക്കും. അതിനാണല്ലോ ഈ മടവൂരിസം എന്ന് പറയുന്നത്. എന്നാൽ മുജാഹിദ് പ്രസ്ഥാനം മനസ്സിലാക്കുന്നത്, ആ നമസ്കാരത്തിൽ റസൂലുള്ളാഹി മറന്നത്, നമസ്കാരത്തിൽ മറന്നാൽ എന്ത് ചെയ്യണം എന്ന് അല്ലാഹ് നമ്മളെ പഠിപ്പിക്കുകയാണ്. അതിനാ റസൂലുള്ളാഹി മറന്നത്, റസൂലുള്ളാഹിയെ കൊണ്ട് മറപ്പിച്ചത്. അതെന്തിനാ? നമുക്ക് പാഠം വേണം. നമ്മൾ നമസ്കാരം മനുഷ്യനാണ്, മറന്നുപോയാലോ അവിടെ എന്ത് നിലപാടാ ചെയ്യുക? അത് നമ്മൾ റസൂലുള്ളാഹിയെ കൊണ്ടുകൂടെ പഠിപ്പിച്ചതേ അല്ലാഹ്. കാരണം അള്ളാഹിന്റെ റസൂലാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സിഹിർ നബിക്ക് ബാധിച്ചു. അതെന്തിനാ? സിഹിർ ബാധിച്ചാൽ ഏത് നിലപാട് സ്വീകരിക്കണം അത് പഠിപ്പിച്ചു തരാനാ മുഹമ്മദ് നബി അള്ളാഹ് നിയോഗിച്ചത്. മുഹമ്മദ് നബി പ്രവാചകനാ. മുഹമ്മദ് നബിക്ക് സിഹിർ ബാധിച്ചു. അത് ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. അത് കെ സക്കരിയ സലാഹി പറഞ്ഞു, ശംസുദ്ദീൻ പാലത്ത് പറഞ്ഞു, അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞു, അനസ് മൗലവി പറയുന്നു, അദ്റഊഫ് മദനിയും പറയുന്നു. കേട്ടോളൂ. പിന്നെ നമ്മൾ കാണുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരിക്കൽ സിഹിർ ചെയ്യപ്പെട്ടതായും ആ സിഹിർ നബിക്ക് ഫലിച്ചതായും ഉള്ളൊരു സംഭവമുണ്ട്. തീരുമാനങ്ങൾ മനസ്സുകൊണ്ട് എടുക്കുന്നതിന് മുമ്പ് ഞാൻ ആ ഹദീസ് പറയാം. ആയിഷ തന്നെ പറയുന്നൊരു വാചകമുണ്ട് ബുഖാരി. സഹറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റജുലുൻ മിൻ ബനി സുറൈഖ്. റജുലുൻ മിൻ ബനി സുറൈഖ് ഇസ്മുഹു യുഖാലു ലഹു ലബീദ് ബിൻ അൽ-അസം. ബനു സുറൈഖ് ഗോത്രത്തിലെ ഒരു യഹൂദിയായ മനുഷ്യൻ
ലബീദ് ബിൻ അഅസം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്ർ ചെയ്തു, നബിക്കെതിരെ എന്തോ ചെയ്തു. എന്നിട്ട് എന്താ ഉണ്ടായത്? ഹത്താ യുഖയ്യലു ഇലൈഹി, നബിക്ക് ചിലപ്പോൾ തോന്നി തുടങ്ങി അന്നഹു യഫ്അലു ഷൈ, നബി എന്തോ ചെയ്യുന്നുണ്ടെന്ന്. മാക്കാന യഫ്അലുഹു, നബി ഇത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ചെയ്യാത്ത ചില കാര്യം ഞാൻ ചെയ്തുവോ എന്നിങ്ങനെ തോന്നുന്നു നബിക്ക്. ചിലപ്പോൾ നബിക്ക് തോന്നി, ഇങ്ങനെ ഉണ്ടായി എന്ന് ഹദീസിലുണ്ട്. ഒരു മനുഷ്യൻ നബിക്കെതിരെ സിഹിർ ചെയ്തുവെന്നും അതിന്റെ ഫലം നബിയിൽ ഉണ്ടായി എന്നും ആ ഉണ്ടായ അനുഭവം ചെയ്യാത്തൊരു കാര്യം ഞാനിപ്പോ ചെയ്തോ എന്നിങ്ങനെ തോന്നലുണ്ടായി എന്നും. എന്നിട്ട് ആയിഷ പറഞ്ഞിട്ട് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ അലിംതി അന്നല്ലാഹ അഫ്താനി ഫീമസ്തസ്തൈതുഹു ഫീഹി. ആയിഷ, ഞാൻ നേരത്തെ തന്നോട് പറഞ്ഞില്ലേ എനിക്കൊരു വിഷയത്തിന്റെ വിശദീകരണം കിട്ടാതെ ഞാൻ ഇങ്ങനെ നടക്കുന്നുണ്ട്. പടച്ചവൻ എനിക്ക് അതിന് വഹി തന്നിരിക്കുന്നു, തീരുമാനം തന്നിരിക്കുന്നു. എന്താ ഉണ്ടായത് പ്രവാചകരെ? 2 മലക്കുകൾ എന്റെ അരികത്ത് വന്നു. ഒരു മലക്കന്റെ കാലിന്റെ അരികത്തിരുന്നു, ഒരു മലക്കന്റെ തലക്ക് അരികത്തിരുന്നിട്ട് ഈ മലക്കുകൾ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങി. ഞാൻ കേൾക്കെ. ഒരു മലക്ക് പറഞ്ഞു, മദ്ബൂബൻ, ഇയാൾക്കാരോ സിഹ്ർ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു ഒരു മലക്ക്. അപ്പൊ മറ്റേ മലക്ക് ചോദിച്ചു, ആരാണത്? അപ്പൊ ഈ മലക്ക് പറഞ്ഞു, ലബീദ് ബിൻ അഅസം മിൻ ബനീ സുറൈഖ്, ബനൂ സുറൈഖിലെ ലബീദ് ബിൻ അഅസമാണ് ചെയ്തതെന്ന്. ഈ മലക്ക് ചോദിച്ചു, എന്തുപയോഗിച്ചിട്ടാ ചെയ്തത്? ഫീ മുഷ്തിൻ മുഷാത്തിൻ, കൊഴിഞ്ഞു വീണ മുടിക്കഷ്ണം എടുത്ത് അതിലാണ് ചെയ്തതെന്ന് പറഞ്ഞു. അതെവിടെ ഉള്ളതെന്ന് ചോദിച്ചു മറ്റേ മലക്ക്. ദി അർവാൻ എന്ന് പറയുന്ന ഒരു കിണറുണ്ട് കുറച്ചപ്പുറത്ത്, ദി അർവാന്റെ കിണർ. ആ കിണറിനുള്ളിൽ കുഴിച്ചിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളെ വിളിച്ചു പറഞ്ഞു, ആ കിണറിൽ പോയിട്ട് തപ്പാൻ വേണ്ടി പറഞ്ഞു. ആ കിണറിൽ പോയി തപ്പി നോക്കിയപ്പോ അങ്ങനത്തെ എന്തോ ഈത്തപ്പനയുടെ കൂമ്പാളയില്ലേ, ആദ്യത്തെ ചെറിയ പോള, ആ പോളയിൽ എന്തോ ചെയ്തു വെച്ച കെട്ടും മന്ത്രം എല്ലാം കൂടി എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നുവെന്നും ആ കിണറ്റിലെ വെള്ളം പിന്നെ മൈലാഞ്ചി പോലെ ചുവന്നു നിന്നിരുന്നു എന്നും ആ ഹദീസിലുണ്ട്. ഇത്രയും. എത്ര സമയമാണ് ഇതുണ്ടായത്? ഒരു വിശദീകരണം എവിടെയില്ല. മാസങ്ങളോളം കള്ളക്കഥയാണ്, മാസങ്ങളോളം ഒന്നും പറയാൻ പറ്റില്ല. ഏതാനും മണിക്കൂറുകളോ ഒരു ദിവസത്തിന്റെ ഭാഗമോ എങ്ങാണ്ട് ഇങ്ങനെ തോന്നലുണ്ടായി, അപ്പോഴേക്ക് തന്നെ പൂർത്തീകരിക്കപ്പെടുകയും. ഇവിടെ നിങ്ങളെ എന്റെ നമ്മളെല്ലാരെയും തലക്കുണ്ടാവുന്ന ഒരു ചോദ്യം എന്താണ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെയുള്ള ഒരു പ്രവാചകന് ഇങ്ങനത്തെ ഒരു സിഹിർ ആരെങ്കിലും ചെയ്തൊരു സിഹിർ ബാധിക്കുകയാണെങ്കിൽ അദ്ദേഹം വഹി അനുസരിച്ച് പറഞ്ഞ് സംസാരിക്കുമ്പോഴേ അതിൽ തെറ്റുകൾ സംഭവിക്കാൻ സാധ്യതയില്ലേ? അല്ലാതെ പ്രവാചകനല്ലേ അദ്ദേഹം? അങ്ങനെ സംഭവിക്കാമോ? അങ്ങനെ സംഭവിച്ചെന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ സാധ്യമാണോ എന്നൊക്കെയാണ്. ഒന്ന് സാവധാനം നോക്കുക. ഒരു ഹദീസ് അത് നാം സ്വീകരിക്കുന്നതിനെടുക്കുന്ന മാനദണ്ഡം ആ ഹദീസിന്റെ പരമ്പര ശരിയാണോ എന്നാണ്. സനദ് എന്ന് പറയും അറബിയിൽ. നീട്ടിയല്ല, ഞാൻ ഒരു വാദവും പറയാതിരിക്കാൻ എനിക്ക് പറ്റില്ല. സനദ്, അതായത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ ബുഖാരി മുതൽക്ക് നബി വരെ എത്തുന്ന ഗുരുനാഥന്മാരുടെ ഒരു ശൃംഖലയുണ്ടാവും. ആ ശൃംഖലയിലെ എല്ലാ ആളുകളും സത്യസന്ധരാണെങ്കിൽ ആ ഹദീസ് സഹിയാണെന്ന് പറയും, സ്വീകരിക്കപ്പെടുകയും ചെയ്യും. മുസ്ലിം ലോകത്തൊരു പൊതു തീരുമാനമുണ്ട്, സഹീഹുൽ ബുഖാരിയിലും സഹീഹുൽ മുസ്ലിമിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ട എല്ലാ ഹദീസുകളും സഹിയാണ്, സ്വീകാര്യോഗ്യമാണ്, എല്ലാ ഹദീസുകളും. എന്നാൽ സഹീഹുൽ ബുഖാരിയിൽ ബുഖാരിയുടെ അഭിപ്രായങ്ങളുണ്ട്, പരമ്പര കൂടാതെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട വരികളുണ്ട്, അവയെ പറ്റിയല്ല. പരമ്പരയോടുകൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ട സകല ഹദീസുകളും സഹീഹാണ് എന്നാണ്. അതുകൊണ്ട് ഈ ഹദീസ് പരമ്പര അടിസ്ഥാനത്തിൽ സഹിയാണ്. ബുഖാരിയും ഈ ഹദീസ് ഉദ്ധരിക്കുന്നു, മുസ്ലിമും ഉദ്ധരിക്കുന്നു. രണ്ടുപേരും കൂടി ഉദ്ധരിച്ച ഹദീസ് സഹിയാണ്. പരമ്പര പ്രകാരം ഈ ഹദീസ് തള്ളിക്കളയാൻ പറ്റില്ല. ഹദീസ് തള്ളിക്കളയാൻ പറ്റൂല. അലി എന്താ പറഞ്ഞത്? അലിമല്ലാക്കെന്താ തള്ളിക്കളയണം. ലത്തീഫ് മുസ്ലിയാർ എന്താ പറഞ്ഞത്? തള്ളിക്കളയണം. റഹ്മദിന് അങ്ങനെ തള്ളിക്കളയാൻ പറ്റൂല. ബുഖാരി മുസ്ലിം സംയുക്ത റിപ്പോർട്ട് ചെയ്ത ബുഖാരി മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസ് സഹിഹായ ഹദീസുകളാ. ബുഖാരിയും തള്ളാൻ പറ്റൂല, മുസ്ലിമിനെ തള്ളാൻ പറ്റൂല. ഹോ, നിങ്ങൾ ആലോചിച്ച് നോക്ക്. എന്താണ് കൃത്യമായി കാര്യം വിശദീകരിക്കുക. ഇനിയുണ്ട്, തീരുന്നില്ല അദ്ദേഹത്തിന്റെ വിശദീകരണം, ഇനിയുണ്ട്. സമയത്തിന് കുറവാ, വേണ്ടി നമുക്ക് പിന്നീട് ആകാം. ഞാനല്ലെങ്കിൽ വേറൊരാള്. നിങ്ങൾ വിഷമിക്കേണ്ട, മടവൂരികൾ ക്ലിപ്പ് തീർന്നെന്ന് വിചാരിക്കും. നമുക്ക് ഈ പഴയ ഓടിത്തേഞ്ഞ ടയർ തന്നെ ഇടേണ്ട കാര്യമില്ല. ഓടിത്തേഞ്ഞ ടയറല്ല, ഫ്രഷ് ടയറായിട്ട് തന്നെ ഓടിക്കോ, ഇത് തീർന്നില്ല. ഇനിയിപ്പോ അടുത്ത വിഷയം എന്താ? ആ പറഞ്ഞിട്ട് ഇത് പൂർത്തിയാവൂലല്ലോ. പല്ലി ജിന്ന് കുറെ കൊണ്ടു നടന്നു, ജിന്നുമായിട്ട് കുറെ നടന്നു നോക്കി, സാധനം ക്ലച്ചില്ല. അപ്പൊ തോന്നി പല്ലിന്റെ വാല് പിടിക്ക. പല്ലിക്കൊരു സ്വഭാവം ഉണ്ട്, എന്താ അറിയോ? പല്ലിയുടെ വാല് പിടിച്ച പല്ലി വാല് വിട്ടളയും. ഇത് മടവൂര് തിരിച്ചറിഞ്ഞില്ല. മടവൂര് പോയിട്ട് പല്ലിന്റെ വാലിനെ പിടിച്ച് പല്ലി വാല് വറുത്തിട്ട് ഓർഡർ ആക്കി. ഇപ്പൊ ഇനി കാണാൻ പോണത് എന്താന്നല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇവരും ഈ ചേകന്നൂരികളും തമ്മിൽ ഒരു ഐക്യമുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാം എന്നതല്ലേ. മടവൂരികളും ചേകന്നൂരികളും അങ്ങനെ രണ്ടും ഊരികളാണല്ലോ. അങ്ങനെ ഈ ഊരികൾ തമ്മിൽ ഒരു ബന്ധം. അതിലൊന്നെന്ന് വെച്ചാൽ മിഅറാജ്. ഞാനിത് പറയണത് കേട്ടോണം. മുസ്ലിയാർ വരുമ്പോൾ പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ മുസ്ലിയാർ വരുമ്പോൾ പറഞ്ഞു കൊടുക്കണം, എന്നിട്ട് പറയിപ്പിക്കണം. അല്ലാതെ ഇനി കുറെ ചീത്ത വിളിച്ചിട്ടൊന്നും കാര്യമില്ല. ഈ നാട്ടിലെ ജനങ്ങൾ റഊഫ് മദനിയുടെ പ്രസംഗം കേട്ടിട്ടുണ്ട്. ഈ നാട്ടിലെ ജനങ്ങൾ ശബാബ് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ലത്തീഫ് മുസ്ലിയാർ വരുമ്പോ അതൊക്കെ അവിടെ ഇക്കട്ടെ മുസ്ലിയാരെ.
ആ മൊയ്ലിയാർ ഇപ്പൊ കൃത്യമായിട്ട് അത് പറഞ്ഞതിനൊക്കെ മറുപടി പറയണമെന്ന് പറയണം. ഇനി കുറെ പറയും, ഇങ്ങനെ പലതും പറയും. പലതും അല്ല, പറഞ്ഞതിന് മറുപടി ഉണ്ടെങ്കിൽ പറഞ്ഞോ, വേറെ നമുക്ക് പിന്നെ പറയാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, അതിനൊന്നും ഞങ്ങൾക്ക് മറുപടി, ഞങ്ങൾക്ക് വേറെ കുറെ കാര്യം പറയാണ്ട്, അതിന് വല്ല മറുപടി ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞിട്ട് പറഞ്ഞോ, ഞങ്ങൾ മറുപടി പറഞ്ഞുതരാം. അപ്പൊ പറഞ്ഞതിന് മറുപടി ഉണ്ടെങ്കിൽ പറഞ്ഞു. ഇവിടെ പറഞ്ഞതിനായി മറുപടി പറയണത്, ഇവിടെ ഉദ്ധരിച്ചതിനാ മറുപടി പറയണത്, ഇവിടെ അലിമുല്ലാക്ക കുറച്ചതിനായി മറുപടി. അതുകൊണ്ട് കേട്ടോളൂ, എന്ത് പല്ലി, ആ പല്ലി പറയുന്നതിന് മുമ്പ് ചേകന്നൂർ അതിന് നമുക്ക് പറയണ്ട്. അതെന്താണെന്നറിയോ, അള്ളാന്റെ റസൂല് മേറാജ് പോയിട്ടുണ്ട്. ഞാൻ ചോദിക്കണേ, ഈ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു മുജാഹിദുകൾ ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്നു, മുഹമ്മദ് നബി മേറാജ് പോയിട്ടില്ല എന്ന് വാദമുള്ള ഏതെങ്കിലും ഒരു മുജാഹിദുകാരൻ ഈ സദസ്സിലുണ്ടെങ്കിൽ ഒന്ന് എണീറ്റിക്കുകയോ കൈവക്കുകയോ ചെയ്യുക. മറുപടി ഞാൻ പറഞ്ഞുതരാം. നബി മേറാജ് പോയിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു മുജാഹിദുകാരൻ ഇവിടെയുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മേറാജ് പോയിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു മുജാഹിദുകാരൻ ഇവിടെയുണ്ടോ? എങ്കിലും മടവൂരുണ്ട്. നബി മേറാജ് പോയിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന മടവൂരുണ്ട്. ഞാൻ തെളിയിക്കാം. അതിന് മുമ്പ് ഇതേ വിശ്വാസമുള്ള ഒരാളുണ്ട്, ചേകന്നൂര് റസൂലിന് മീറാജ് പോയിട്ടില്ല, ഇസ്രായേൽ പോയിട്ടുണ്ട്, മീറാജ് പോയിട്ടില്ല എന്നാണ്. ഇത് പറയാം. ഈ ചേകന്നൂരിക്ക് തെളിവെന്താ കേട്ടോ നിങ്ങൾ. ഇതൊരു ചേകന്നൂര് ചില പരിചയം ഉണ്ടാവും. അസീസ് മൗലവി നേരത്തെ ഇസ്രാവും മേറാജും പറഞ്ഞു. അതൊക്കെ വിശദമായിട്ട് എനിക്കും പറയേണ്ട സമയമല്ല. ഇസ്രാവും മേറാജും പഠിക്കാൻ തയ്യാറാവണമെങ്കിൽ നിങ്ങളൊന്ന് പഠിക്കുക. ഒരു പള്ളി ദർശനത്തിൽ പോയിട്ട് എനിക്ക് ഇസ്രാവും മേറാജിനെ കുറിച്ച് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ഒന്ന് പഠിക്കും. ഒരു പള്ളി ദർശനം പോയാൽ മതി. അല്ലെങ്കിൽ അറബി കോളേജിൽ പോയി ഏതെങ്കിലും മുജാഹിദിന്റെയോ സുന്നിയുടെ പണ്ഡിതിന്റെ അടുക്ക് പോയിട്ട് അത് മാത്രം ഒന്ന് പഠിച്ചു നോക്കി. അപ്പങ്ങള് സാധനങ്ങൾ പോയി ഈ നിസ്കാരം എനിക്ക് വേണ്ടാന്ന് പറയും. കാരണം അതിന് മുഴുവനും വൈരുദ്ധ്യ. ഇബ്രാഹിം നബിയുടെ മുഹമ്മദ് നബി 6ാം ആകാശത്തിലെത്തി. 6ാം ആകാശത്തിൽ ഇബ്രാഹിം നബിനെ കണ്ടു എന്ന് ഒരു ഹദീസ്. അതിന് നേരെ താഴെ കാണാം ഇബ്രാഹിം നബി 6ാം ആകാശത്തിൽ മൂസാ നബിനെ കണ്ടു. അപ്പൊ തന്നെ വൈരുദ്ധ്യമില്ല. അത് റിപ്പോർട്ട് ചെയ്യുന്ന ആളാണ് അനസ് ബിൻ മാലിക്. അനസ് ബിൻ മാലിക്കാടാ നബിന്റെ ഒപ്പമുള്ള ചെറിയൊരു കുട്ടി. നിസ്കാരം കിട്ടണമെന്നാ മക്കത്തുണ്ട്. അന്ന് അനസ് ബിൻ മാലിക് ജനിച്ചിട്ടോ. പിന്നെ വേറെ കാര്യം, ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ട് സലാസുല്ലമി ആ ഹദീസിൽ പറയുന്നുണ്ട്, ഇബ്നു അബ്ബാസ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് പ്രകാരം ഇത് നബിക്ക് വഹി കിട്ടുന്നതിന് മുമ്പാണ് ഈ സംഭവം. ബുഖാരിയുണ്ട്, നബിക്ക് വഹി കിട്ടുന്നതിന് മുമ്പാണ് ഈ സംഭവം. അതുകൊണ്ട് ഈ ഹദീസുകളെല്ലാം പഠനത്തിന് വിധേയമാക്കേണ്ടതാണ് എന്നൊരു കുറിപ്പ് അടികൊണ്ടിട്ടേക്കാം. അത് സലാസുല്ലമിന്റെ വികാസം നോക്കണ്ടി പഠനത്തിന് വിധേയമാക്കേണ്ടതാണ്. നബിക്ക് വഹി കിട്ടുന്നതിന് മുമ്പ് നടന്നൊരു സംഭവമാണ് ഈ ഇസ്രാ മേറാജ്. അത് നോക്കിയിട്ട് അപ്പൊ നമ്മൾ നിസ്കരിക്കണേ. കണ്ടോ, മൂപ്പര് പറയാണ് മേറാജ് ഇല്ല, അത് തെറ്റാണ്. നിങ്ങളൊരു മുജാഹിദ് മൗലവിയുടെ അടുക്കലോ സുന്നിയുടെ മൗലിയാരൊക്കെ പോയി പഠിക്കാൻ നിങ്ങൾ ഇങ്ങോട്ട് പോയി ഞാൻ പഠിപ്പിച്ചു തരാം. നിങ്ങൾ വിഷമിക്കണ്ട. നിങ്ങൾക്ക് മേറാജ് എന്താന്ന് തിരിഞ്ഞിട്ടില്ലെങ്കിൽ കൃത്യമായി പറഞ്ഞു തരാം, നിങ്ങൾ കേട്ടോളൂ. അപ്പൊ മേറാജ് ഇല്ലാന്ന് തെളിയിക്കാന് മൂപ്പര് ഉദ്ധരിക്കുന്നത് സലാം സുല്ലമിയാണ്. സലാം സുല്ലമിയുടെ റിയാദുൽ സാലിം പരിഭാഷ എടുത്ത് നോക്കിയാൽ അതിന്റെ ചുവട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്ത്? മേറാജ് സ്വപ്നായിരുന്നു. മേറാജ് റസൂലുള്ളാഹി പോയിട്ടില്ല, അത് സ്വപ്നാണ്, അത് സ്വപ്നാണെന്ന്. മുജാഹിദ് പ്രസ്ഥാനത്തിന് ആ വിശ്വാസം ഇല്ല കേട്ടോ. മുജാഹിദ് പ്രസ്ഥാനം ആ വിശ്വാസം പ്രചരിപ്പിച്ചിട്ടില്ല. സൂറത്തുൽ ഇസ്രായിന്റെ വ്യാഖ്യാനം അമാനി മൗലവി എഴുതിയിട്ടുണ്ട്. മേറാജ് സ്വപ്നമാണ് എന്ന് പറയുന്നവർക്ക് ചുട്ട മറുപടി അമാനി മൗലവി നേരത്തെ തന്നെ കൊടുത്തിട്ടുണ്ട്. എന്നാലോ നിങ്ങൾ മടവൂരിൽ വരുമ്പോൾ ചോദിച്ചു, നിങ്ങൾ പറയൂ, വേണ്ട സലാം സുല്ലമിയെ തന്നെ കൊണ്ടുവരും, വലിയ ശൈഖുൽ ഹദീസ് അല്ലേ, മേറാജ് അതുണ്ടോ എന്ന് വിശദീകരിക്കട്ടെ. തീർന്നില്ല, അതുകൊണ്ട് അവസാനിച്ചില്ല. പിന്നെ പല്ലി, 2 പല്ലിയാണ്. അപ്പൊ ഈ പല്ലി വിഷയം ആരാണ് ഈ മടവൂരിക്ക് പറഞ്ഞു കൊടുത്തതെന്നറിയോ? ചേകന്നൂരാണ്. ഞാൻ വെറുതെ പറയല്ല, ചേകന്നൂരനെ പറയട്ടെ ആള്. ഞാനൊന്ന് പറയട്ടെ, മുഹമ്മദ് നബിയുടെ ജീവിതം കൊണ്ട് ഒരു സെക്കൻഡ് സമയം പോലും ഈ പൊതുജനങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാൻ ഹദീസിലൂടെ കിട്ടൂല. കിട്ടുമോ നോക്കിയാൽ ഞാൻ പറഞ്ഞുതരാം. മുഹമ്മദ് നബിയുടെ ജീവിത ഹദീസിലൂടെ പറഞ്ഞുതരാം. മുഹമ്മദ് നബി ഒരു ദിവസം കൊണ്ട് എങ്ങനെയായിരുന്നു ജീവിച്ചത് പറഞ്ഞത് ഹദീസിലൂടെ. ഞാൻ ഈ പറയുന്നതെല്ലാം കളവല്ല. ബുഖാരിയിലോ മുസ്ലിമിലോ ഉള്ള ഹദീസിന്റെ നമ്പർ നിങ്ങളുടെ മുമ്പിൽ വരും, അത് നിങ്ങൾ പരിശോധിച്ച് നോക്കുക. മുഹമ്മദ് നബി രാവിലെ തന്നെ എണീറ്റിരിക്കുന്ന പണി എന്തായിരിക്കോ, സുബ്ഹിക്ക് തന്നെ നമസ്കരിക്കും. സുബ്ഹി നമസ്കരിക്കും, സുബ്ഹിന് ശേഷവും നമസ്കരിക്കും. അതിന്റെ ദിക്റും പിന്നെ കുറെ തസ്ബീഹും ദിക്റും ഒക്കെ ചെല്ലിട്ടും ചെയ്യും. പള്ളിയിൽ തന്നെ ചടങ്ങ് എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഉള്ളു കൊടുത്ത് സുബ്ഹി നമസ്കരിച്ച് എന്നിട്ട് പുണ്യം. പിന്നെയുള്ള പണി തരവോ, പുണ്യം വാരിക്കൂടണം. ഏറ്റവും വലിയ പുണ്യം ഉണ്ടാക്കണ്ടേ.
ഏറ്റവും വലിയ പുണ്യമായിട്ട് എന്താ പറഞ്ഞോ? പല്ലിയെ കൊല്ലുന്നു. പല്ലിനെ കൊല്ലുന്ന പണിയാണ് ഏറ്റവും വലിയ പുണ്യം. ആര് പറഞ്ഞ? ഹദീസിൽ ബുഖാരി അബൂ ഹുറൈറ പറയുന്ന ഹദീസ് പ്രകാരം ഒരു പല്ലിയെ ഒറ്റ വെട്ടിന് കൊന്നാൽ 100 ഇരട്ടി പുണ്യം തരാം. 2 വെട്ടിനാണെങ്കിൽ അതിന് 75, 3 വെട്ടിനാണെങ്കിൽ 50, അങ്ങനെ കുറഞ്ഞു. ഒറ്റ വെട്ടിന് കൊന്നാൽ 100 ഇരട്ടി, 2 വെട്ടിനാണെങ്കിൽ 50, അതിന്റെ താഴെ 70. ഒരു പല്ലിനെ കൊന്നാൽ 100 ഇരട്ടി പുണ്യരാ. ആരാ പറഞ്ഞത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമുക്ക് എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് തരാൻ സാധിക്കാത്തത് കൊണ്ട് മുഹമ്മദ് നബി മുഖേന ബുഖാരിയിലൂടെ നമുക്ക് വിശദീകരിച്ചിരുന്ന ഗ്രന്ഥത്തിലാന്ന് പറഞ്ഞു. അത് തന്നെ തള്ളിക്കളഞ്ഞ ഗ്രന്ഥത്തിലല്ല. ഞാൻ ഈ പറഞ്ഞ ഹദീസുകൾ മുഴുവനും എന്താണ്? തള്ളിക്കളഞ്ഞ ഹദീസിലല്ല, സഹീഹ് ബുഖാരിയില. ഇത് ആറ്റിക്കുറുക്കി ലക്ഷക്കണക്കിന് ഹദീസിൽ നിന്ന് ആറ്റിക്കുറുക്കി വന്നിട്ടുള്ള ആവർത്തനം ഒഴിവാക്കിയിട്ടുള്ള 2500 ഹദീസുണ്ട്. ഈ ഹദീസിൽപ്പെട്ട ഹദീസ് ഞാൻ പറഞ്ഞിട്ടോ, ഒറ്റൊന്നും തള്ളിക്കളഞ്ഞ ഹദീസല്ല. ബുഖാരി ലക്ഷക്കണക്കിന് ഹദീസ് തള്ളി, അതിലൊന്നും കൊണ്ടില്ല. മുഹമ്മദ് നബിക്കുള്ള പണി പല്ലിനെ കൊല്ല. കാരണം പല്ലിനെ കൊന്നാൽ കൂലിണ്ട്. ഒരു പല്ലിനെ കൊന്നാൽ 100 ഇരട്ടി. ഇതിനെ കൊല്ലേണ്ട വല്ല ആവശ്യമുണ്ടോ? മുഹമ്മദ് നബി പറയോ? മുഹമ്മദ് നബി ഇങ്ങനെ വാക്ക് പറയില്ല. എന്നിട്ട് അത് ബുഖാരിയിൽ വലിയ കാര്യമായിട്ട് പല്ലിനെ കൊന്നാൽ 100 ഇരട്ടി കൂലിണ്ട്. കണ്ടോ? മുഹമ്മദ് നബി എങ്ങനെ പറയൂല. മുഹമ്മദ് നബി എങ്ങനെ പറയും? ഇയാളൊക്കെ ചോദിച്ചിട്ടുണ്ട് മുഹമ്മദ് നബിക്ക് പറയാൻ. ഓ ചേന്നൂര് ഞാനത് പറഞ്ഞോട്ടെ. പറഞ്ഞോ എന്ന് പറയുമ്പോ മുഹമ്മദ് നബി പറയാ, അള്ള നിയോഗിച്ച പ്രവാചകനാ മുഹമ്മദ് നബി. അള്ള തീരുമാനിക്കുക എന്ത് മുഹമ്മദ് നബി പറയണം, അല്ലാതെ ഇവനല്ല തീരുമാനിക്കേണ്ടത്, അല്ലെങ്കിൽ അലിമല്ലാക്കല്ല തീരുമാനിക്കേണ്ടത്, നാട്ടിലെ മടവൂരികളല്ല തീരുമാനിക്കേണ്ടത്. അള്ള തീരുമാനിക്കും മുഹമ്മദ് നബി എന്ത് പറയണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പരിഹസിക്കുകയാണ്. ആര്? ചേകന്നൂരി. ഇവരിപ്പോ വലിയ ഗവേഷണമായിട്ട് വന്നതല്ല, ചേകന്നൂര് മുല്ലാർ പഠിപ്പിച്ചു കൊടുത്ത മരിക്കണതിന് മുമ്പ്. അതിപ്പോ ഏറ്റുപാട് മടവൂരികള്. ഇത് ചെറിയ വിഷയമാണോ സുഹൃത്തുക്കളെ? ചേകന്നൂർ എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ ഈ നാട്ടിൽ നിന്ന് കൂടുക കൂട്ടത്തില് ഇല്ല. ചെയ്ത്താൻ പല രൂപത്തിലും വരുമെന്ന് ശബാബിൽ എഴുതി വെച്ചിട്ടുണ്ട്. ചെയ്ത്താൻ പല രൂപത്തിലും. ഞാൻ വെറുതെ പറയല്ല. നിങ്ങൾ ആലോചിക്കും, ഇത് പിശാച് അല്ലെങ്കിൽ പിന്നെന്താ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിനെ പരിഹസിക്കുന്നത് പിശാച് അല്ലെങ്കിൽ പിന്നെന്താണ്? നിങ്ങൾ മനസ്സിലാക്കൂ. നമ്മളെന്ന് വെച്ചാല് അത്ര ബോധമില്ലാത്ത മനുഷ്യന്മാരൊന്നുമല്ലല്ലോ. ഖുർആനും അതുപോലെ തന്നെ പ്രവാചകന്റെ ഹദീസൊക്കെ കേൾക്കാനുള്ള ഭാഗ്യം കിട്ടിയ ആളുകളാണ്. ഒന്ന് ചിന്തിച്ചു നോക്ക്. അപ്പൊ ചേകനൂര് ഈ രൂപത്തിൽ പറഞ്ഞപ്പോ മറ്റവരങ്ങനെയല്ല. മറ്റവരിപ്പോ പറഞ്ഞില്ലേ സിനിമയുടെ മാർഗത്തിലാണ്. അപ്പൊ മടവൂരികൾ സിനിമ ഇറക്കി. എന്താ സിനിമ? കണ്ടോ? സിനിമ കണ്ടോ? ഇത് ജിന്നല്ല, പല്ലിയാണ്. ഒറ്റയടിക്ക് ഞാൻ ഈ പല്ലിയെ കൊന്നു. ഒരു പല്ലിയെ കൊല്ലാൻ ഡോക്ടർ സുഹൈർ രണ്ടാമത് അടിക്കേണ്ടി വന്നിട്ടില്ല. പല്ലിനെ നമ്മൾ ഒരൊറ്റയടിക്ക് കൊന്നാല് 20,000 ഇരട്ടിയ കൂലി. അടിന്റെ എണ്ണം കൂടുന്തോറും കൂലി കുറയൂ. അങ്ങനെയാണ്. അല്ല ഡോക്ടറെ, ഈ പല്ലി നമ്മളോട് എന്ത് തെറ്റാ ചെയ്തത്? ഇബ്രാഹിം നബിയെ തീയിലിട്ടപ്പോൾ ആ തീ ഊതി കത്തിച്ചത് ഒരു പല്ലിയാണ്. ആണോ? അതുകൊണ്ട് അതിന്റെ അടുത്ത തലമുറകളെ അടിച്ചു കൊന്നാൽ നമുക്ക് സ്വർഗത്തിൽ പോവാ. ഓഹോ, അങ്ങനെയാണെങ്കിൽ കായംകുളം കൊച്ചുണ്ണിയുടെ സന്താന പരമ്പരകളുടെ കയ്യൊക്കെ വെട്ടണ്ടേ? മൂപ്പര് എത്ര കളവാ നടത്തിയത്. പല്ലിയുടെ കാര്യം പറയുമ്പോ കായംകുളം കൊച്ചുണ്ണിയുടെ കാര്യം വരെല്ലാം ചെയ്യില്ലേ? കണ്ടോ? ഈ നാണില്ലാത്തവന്മാര് മറ്റുള്ളവർ ചോദിക്കുക ലജ്ജയില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. തീർന്നോ? ഇത് നമ്മൾ ഉണ്ടാക്കിയതാണോ? ഇത് റിയാദുസ് സാലിഹീന്റെ പരിഭാഷ. ഒന്ന് മറിച്ച് വെക്കൂ. ഇത് 3-ാം വാള്യം സലാം സുല്ലമി എഴുതിയ അർത്ഥവും ഹദീസും ഞാൻ വായിക്കാം, കേട്ടോ. അൻ ഉമ്മു ശരീകിൻ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമറഹാ ബിഖത്ലിൽ ഔസാ വഖാല കാന യൻഫുഹു അലാ ഇബ്രാഹിം. ഉമ്മു ശരീഖ് റളിയല്ലാഹു അൻഹ നിവേദനം, പല്ലിയെ കൊല്ലാൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് അനുവാദം നൽകി. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മേൽ അത് ഊതിക്കത്തിക്കുമായിരുന്നു. ബുഖാരി മുസ്ലിം. റൗപ്പതിന് നേരത്തെ പറഞ്ഞ വാചകം മറക്കരുത്. ബുഖാരി അത് സഹിഹായ ഹദീസുകൾ മാത്രമാണ് ഉദ്ധരിക്കുക. മുസ്ലിം സഹിഹായ ഹദീസ് മാത്രമാണ് ഉദ്ധരിക്കുക. സനദോടുകൂടി ഉദ്ധരിച്ച ഹദീസാണ്. പല്ലിയെ കൊല്ലണം. ഇബ്രാഹിം നബി അത് ഊതിക്കത്തിക്കുമായിരുന്നു. ഇബ്രാഹിം നബിയുടെ മേൽ ഊതിക്കത്തിക്കുമായിരുന്നത് കൊണ്ട് പല്ലിയെ കൊല്ലണമെന്നല്ല. പല്ലി ചെയ്ത പല കാര്യങ്ങളിൽ ഒന്നാണെന്ത്? ഇബ്രാഹിം നബിയുടെ ആ തിക്കുണ്ടാരത്തിൽ ഊതിക്കത്തിക്കുമായിരുന്നു. ഇനി അടുത്ത് കേട്ടോ ഹദീസ്. അന്നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖതല വസ ഫി അവ്വലി ദർബ എന്ന് പറഞ്ഞ് വിശദീകരിക്കാൻ അർത്ഥം വേഗം വായിക്കാം.
തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, വല്ലവനും പല്ലിയെ ഒരടിക്ക് തന്നെ കൊന്നുകളഞ്ഞാൽ അവന് ഇന്ന പ്രതിഫലമുണ്ട്. രണ്ടാമത്തെ അടിയിലാണ് കൊന്നതെങ്കിൽ ആദ്യത്തെ പ്രതിഫലത്തെക്കാൾ താഴെയുള്ള ഇന്ന പ്രതിഫലമുണ്ട്. മൂന്നാമത്തേതിലാണ് കൊന്നതെങ്കിലോ ഇന്ന പ്രതിഫലം അവന് ലഭിക്കും. മറ്റൊരു നിവേദനത്തിൽ പറയുന്നു, ആദ്യത്തെ അടിക്ക് തന്നെ ഒരാൾ പല്ലിയെ വധിച്ചാൽ അവന് 100 നന്മ ലഭിക്കും. 100 നന്മ ലഭിക്കും. സലാം സുല്ലമി എഴുതിയ പരിഭാഷയാ. എന്നിട്ട് ഇതിന്റെ ചോട്ടിൽ എഴുതി വെച്ചു എന്ത്? ഈ ഹദീസുകൾ പരിശോധനയ്ക്ക് വിധേയാണ്. അത് മൂപ്പർ വക. എന്താ? ബുഖാരിയും മുസ്ലിമും സംയുക്തമായി ഉദ്ധരിക്കുന്ന ഹദീസ്. റൌഫ് അതിന് നേരത്തെ പറഞ്ഞ വാചകം മറക്കരുത്. എന്ത്? സഹീഹായത് സനദോടുകൂടി ഉദ്ധരിച്ച ഹദീസ് ആണെങ്കിൽ അത് സഹിയായിരിക്കും. മുസ്ലിമിൽ വന്നത് സനദോടുകൂടിയാണെങ്കിൽ സഹിയായിരിക്കും. എന്നാൽ മൂപ്പര് പറയാണ് പരിശോധനയ്ക്ക് അത് മൂപ്പർ വക അണ്ടർലൈൻ ഇട്ട് അടി കൊടുത്തു. എന്നാൽ നമുക്ക് പരിശോധനയ്ക്ക് വിധേയാക്കാം. പരിശോധനയ്ക്കും വിധേയാക്കി തരാം. എന്താ അറിയോ? ഇതെന്താ അറിയോ? ഇത് ഇസ്ലാം ധർമ്മവും സംസ്കാരവും. ഇതാരാ യുവത പുറത്തിറക്കിയതാ? ഇസ്ലാം ധർമ്മവും സംസ്കാരവും. ഇസ്ലാമിന്റെ ധർമ്മം എന്താ? ഇസ്ലാമിന്റെ സംസ്കാരം എന്താ? ഇതിൽ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? കേട്ടോളൂ. എന്താണ് ഇതിൽ പറയുന്നത്? കൊല്ലാൻ അനുവദിക്കപ്പെട്ടവ. ഇതിന്റെ 244 പേജിൽ കാണാം. കൊല്ലാൻ അനുവദിക്കപ്പെട്ടവ എന്ന് പറഞ്ഞിട്ട് പറയുന്നു. എന്തിനാ കൊല്ലേണ്ടത്? പാമ്പും തേളും. പാമ്പിനെ കൊല്ലണം, തേളിനെ കൊല്ലണം. പിന്നെ എലിയും പല്ലിയും. എലിയും പല്ലിയും കൊല്ലണം. ആരാ പറഞ്ഞത്? ഇസ്ലാം വാള്യം ധർമ്മവും സംസ്കാരവും എന്ന് പറയുന്ന പുസ്തകം. ആ പുസ്തകത്തിൽ ഇസ്ലാമിന്റെ ധർമ്മം പറയുകയാണ്, ഇസ്ലാമിന്റെ സംസ്കാരം പറയുകയാണ്. എന്നിട്ടോ ഇതിൽ കൊടുത്തത് കാണാം, കൊല്ലാൻ അനുവദിക്കപ്പെട്ടവ എന്ന് പറഞ്ഞിട്ട് എലിയും പല്ലിയും എന്ന ഹെഡിങ്ങിന് കീഴിൽ എഴുതുന്നു, പല്ലിയും ദുഷ്ടജന്തുക്കളിൽ പെട്ടതാണ്. പല്ലിയും ദുഷ്ടജന്തുക്കളിൽ പെട്ടതാണെന്ന് പറഞ്ഞാൽ മടവൂരിയാണ്. അത് സത്യം പറഞ്ഞു. പല്ലിയും ദുഷ്ടജന്തുക്കളിൽ പെട്ടതാണ്. കേട്ടോളൂ. അരഞ്ചേരം സ്വവർഗായതുകൊണ്ടാണ് ഇത്ര സ്നേഹം. പല്ലിയെ കൊല്ലരുത്. ഒരു മനുഷ്യൻ അതപ്പച്ച എന്താവും? കേട്ടോ. ഇനി അടുത്ത വാചകം. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഹദീസ് തെളിവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല്ലിക്ക് ഫുവൈസിക്ക് ബ്രാക്കറ്റിൽ കൊച്ചു അധർമ്മി എന്ന് നാമകരണം ചെയ്തു. പല്ലിയെ നബി വിളിച്ചത് ഫുവൈസിക്ക്, കൊച്ചധർമ്മീൻ. അപ്പൊ ഈ കൊച്ചു അധർമ്മിയെ, ഈ കൊച്ചു തമ്മാടിയെ വലിയ തമ്മാടികൾ സംരക്ഷിക്കാൻ പോവാ. ഹേയ്, പല്ലിയെ കൊല്ലണ്ട, പല്ലിയെ കൊല്ലണ്ട. നമ്മൾ മുജാഹിദ് പ്രസ്ഥാനം ഇത്രയും കാലം പ്രവർത്തിച്ചു. ചില ആൾക്കാർ എന്ത് നേടി? നമുക്ക് പറയാം, ഇവിടെ യതീംഖാനകൾ ഉണ്ടായിരുന്നില്ല, അനാഥകളെ ഞങ്ങൾ സംരക്ഷിച്ചിട്ടുണ്ട്, യതീംഖാനകൾ ഞങ്ങൾ സംരക്ഷിച്ചിട്ടുണ്ട്. ഇവിടെ വിദ്യാഭ്യാസം മുസ്ലിം സമുദായത്തിന് നിഷേധിക്കപ്പെട്ട ഒരു കാലമുണ്ടായിരുന്നു. ഞങ്ങൾ മുസ്ലിം സമുദായത്തിന് വിദ്യാഭ്യാസം നേടിക്കൊടുക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. ഖുർആൻ പഠിക്കൽ നിഷിദ്ധമാണെന്ന് വിശ്വസിച്ചിരുന്ന ഒരു സമുദായം ഇവിടെ ഉണ്ടായിരുന്നു. ഖുർആൻ പഠിക്കണമെന്ന് ഈ സമുദായത്തോട് മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞു എന്ന് മുജാഹിദർക്ക് എന്ന് പറയാം. കുറെ കൊല്ലങ്ങൾക്ക് ശേഷം മടവൂരിൽ ഒഴിക്കല്ല, നിങ്ങളിവിടെ ഉണ്ടായിട്ട് എന്താ ഇവിടെ സംഭവിച്ചത്? ഞങ്ങള് പല്ലികളെ സംരക്ഷിച്ചു. കേട്ടോ, പല്ലികളെ സംരക്ഷിച്ചു. ഇങ്ങനൊരു കൗമ്. ഞാൻ വെറുതെ റസൂലുള്ളാഹിന്റെ ഹദീസുകളെ പരിഹസിക്കുക, ആ രൂപത്തിൽ പ്രവർത്തിക്കുന്നവന് മാന്യ സഹോദരങ്ങളെ ഒരു ധർമ്മം ഉണ്ടാവില്ല കേട്ടോ. മുഹമ്മദ് നബിയെ, പ്രവാചകന്റെ ഹദീസ് പരിഹസിക്കുന്നവന് ഒരിക്കലും ഇസ്ലാമികമായി ഒന്നും ഉണ്ടാവില്ല. പിന്നെ പറയുന്നത് കേട്ടോ, എന്താ പറയണത്? എന്താ അറിയോ? ഒരു നോട്ടീസ് ഇറങ്ങി. ഇവിടെ മുഴുവൻ പ്രചരിപ്പിക്കേണ്ടത് പല്ലിയെ കൊന്നാൽ നമസ്കരിച്ചതിനേക്കാൾ കൂടുതൽ കൂലി, നമസ്കരിക്കുന്നതിനേക്കാൾ കൂടുതൽ കൂലി പല്ലിയെ കൊന്നാൽ കിട്ടുന്നു മുജാഹിദിൽ പറയുന്നു. നിങ്ങൾക്ക് ഒരു വരി അങ്ങനെ കാണിക്കൂ. ആ വരി, നിങ്ങൾ ആ വാചകം എവിടെങ്കിലും ഏതെങ്കിലും ഒരു മുജാഹിദിൽ നിങ്ങൾ കാണിക്കൂ. നമസ്കരിക്കുന്നതിനേക്കാൾ കൂലി പല്ലിയെ കൊന്നാൽ കിട്ടുമെന്ന് പറഞ്ഞോ മുജാഹിദിൽ? എവിടെങ്കിലും നിങ്ങൾക്ക് ധർമ്മം, ആ വാചകം പറയണ്ട. ധർമ്മം ഉണ്ടെങ്കിലും ചോദിക്കണം. ഇല്ല, പോട്ടെ പോട്ടെ. പിന്നെന്താ കേസ് നടത്തിയ ഈ നോട്ടീസ് നന്മയിലേക്ക് ധൃതിപ്പെടുക. ഇതിൽ ഹദീസിൽ വന്ന കാര്യങ്ങൾ ഓരോന്ന് എടുത്തിട്ട് ഒരു ചോദ്യം ഉത്തരം എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ് നന്മയിലേക്ക്. ഇത് പരപ്പനങ്ങാടി ഇറങ്ങിയ നോട്ടീസാണ്. കേട്ടോളൂ. ഒരു മാതാവ് പ്രസവിച്ച കുഞ്ഞിനെ പോലെ നർമ്മലനായി മടങ്ങുവാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? ഒരു ചോദ്യം. ഉത്തരം, പ്രവാചകൻ പറയുന്നു, അനാവശ്യങ്ങളോ സ്ത്രീ പുരുഷ സംസ്കർഗമോ ചെയ്യാതെ ഈ ഭവനത്തിൽ അഥവാ ബ്രാക്കറ്റിൽ ഹജ്ജിന് വന്നവൻ അവനെ പ്രസവിച്ച നാളിനെ പോലെ വിശുദ്ധനായി മടങ്ങും. അണ്ട് ഉമ്മ വെറ്റ അതേ അവസ്ഥയിലാകണമെങ്കിൽ ഹജ്ജ് ചെയ്യുന്ന ആ രൂപത്തിൽ ഇങ്ങനെ പറയാം. കൂട്ടത്തില് 50 നന്മ ലഭിക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ?
അതിൽ പറഞ്ഞു എന്ത്? പ്രവാചകന്റെ ഒരു ഹദീസ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ രക്ഷിതാവിൽ നിന്ന് നമസ്കാരം നിർബന്ധമാക്കിയ സന്ദർഭത്തിൽ അള്ളാഹു പറഞ്ഞതായി പറയുന്നു, നന്മയുടെ അടുത്ത് വചനങ്ങൾക്ക് മാറ്റമില്ല. അത് നമസ്കാരം അത് ബ്രാക്കറ്റിൽ നമസ്കാരം 5 ആണ്, അത് പ്രതിഫലത്തിൽ 50 ആണ്. ബുഖാരി. പ്രതിഫലത്തിൽ 50 ആണ് ബുഖാരി. ഇനി ബ്രാക്കറ്റിൽ അടുത്തത് 100 നന്മ ലഭിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? അടുത്ത ചോദ്യം. 50 നന്മ ലഭിക്കാൻ നേരത്തെ ആഗ്രഹിക്കേണ്ടത് നേരത്തെ വെച്ചത്. 100 നന്മ ലഭിക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? പ്രവാചകൻ പറഞ്ഞു, ആരെങ്കിലും ഒറ്റയടിക്കൊരു പല്ലിയെ കൊല്ലുകയാണെങ്കിൽ അവന് 100 നന്മയുണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടെ ജമ്മ ചെയ്യുക. ആദ്യം 50 നന്മ ലഭിക്കാൻ പറഞ്ഞു, ഇപ്പൊ 100 നന്മ ലഭിക്കാൻ. 50 നന്മ ലഭിക്കാൻ വേണ്ടിയിട്ട് എന്തെടുക്കണം? 50 നന്മ ലഭിക്കാൻ വേണ്ടിയിട്ട് നിസ്കരിച്ച 50 നന്മ ലഭിക്കും. പല്ലിയെ കൊന്ന 100 നന്മ ലഭിക്കും. അപ്പോ പല്ലി നമസ്കരിക്കുന്നതിനേക്കാൾ കൂടുതൽ കൂലി പല്ലിയെ കൊന്നാൽ എന്ന് ഗവേഷണം നടത്തിയതാ. അങ്ങനെ ഗവേഷണം ചെയ്യാണ്. എങ്കിൽ മാന്യ സഹോദരങ്ങളെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ പറഞ്ഞ ഹദീസിൽ എന്താണ്? ഇത് ഈ സാധനത്തിന് മനസ്സിലായില്ല, മടവൂരിക്ക് മനസ്സിലായില്ല. മുമ്പേ പറഞ്ഞ ഹദീസ് എന്താന്ന്, അല്ലെങ്കിൽ ആ വർത്താനം പറയില്ല. കേട്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ? പ്രവാചകൻ തന്റെ രക്ഷിതാവിൽ നിന്ന് നമസ്കാരം നിർബന്ധമാക്കിയ സന്ദർഭത്തിൽ അള്ളാഹു പറഞ്ഞതായി പറയുന്നു, നമ്മുടെ അടുത്ത് വചനങ്ങൾക്ക് മാറ്റമില്ല. അത് നമസ്കാരം 5 ആണ്, അത് പ്രതിഫലത്തിൽ 50 ആണ്. അത് പ്രതിഫലത്തിൽ 50 എന്ന് പറഞ്ഞാൽ ആദ്യ നമസ്കാരം എത്ര ഫർളാക്കിയത്? 50 ആണ്. 50 വഖത്താണ് ഫർളാക്കിയത്. അത് ചുരുക്കി 9 വട്ടം പോയിട്ടാണ് 5 ആക്കിയത്. അപ്പൊ 5 നേരം നിസ്കരിച്ചാൽ 50 വഖത്ത് നമസ്കരിച്ച കൂലി നേരത്തെ പറഞ്ഞത്. ഇത് മനസ്സിലാക്കാനുള്ള നോള ഇല്ലാതെ എന്തെടുത്തു? നിസ്കരിച്ചതിനേക്കാളും കൂലി പല്ലിയൊക്കെ ഒന്നാ കിട്ടുമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് നാളെ നീളെ പ്രചരിപ്പിക്കുന്നത്. കൂലി പ്രശ്നമാണെങ്കിൽ ചേകന്നൂരിൽ ഉണ്ടായത് ഈ കൂലി പ്രശ്നം പറഞ്ഞിട്ടാ. കൂലി പ്രശ്നം പറഞ്ഞിട്ടാ. കണ്ടോ, ദാ ഇത് വേറെ നോട്ടീസാ. 2026/9/90 ഇറങ്ങിയ ഖുർആൻ സുന്നത്ത് സൊസൈറ്റി സെക്രട്ടറി മൗലവി ചേകന്നൂർ ഇറക്കിയ നോട്ടീസായത്. ചേകന്നൂർ ഇറക്കിയ നോട്ടീസ് എന്താ? ഈ കൂലി പ്രശ്ന. പള്ളിപ്പണിയേക്കാൾ 70 ഇരട്ടി പുണ്യമുള്ളത് സാധു സംരക്ഷണമാണെന്ന് വിശുദ്ധ ഖുർആൻ. അപ്പൊ പള്ളി വെക്കുന്നതിനേക്കാളും കൂലി സാധു സംരക്ഷണം. പള്ളി വേണ്ട, പള്ളി വെക്കണ്ട, സാധുക്കളെ സംരക്ഷിച്ചാൽ മതി. കൂലി പ്രശ്നം നോക്കിയിട്ടാണ് ചേകന്നൂരിസ് ഇവിടെ ഉണ്ടായതെങ്കിൽ സഹോദരങ്ങൾ, ഇപ്പൊ പല്ലിപ്രശ്നവും ഇപ്പൊ പറയണത് കൂലി പ്രശ്നം പറഞ്ഞിട്ടാണ്. എന്നാൽ പല്ലി സംരക്ഷിക്കേണ്ടതാണോ കൊല്ലേണ്ടതാണോ? പല്ലി എന്ന് പറഞ്ഞ ഏറ്റവും വിഷമുള്ള ജന്തുവാണ്. റൌഫ് മദനി തന്നെ നേരത്തെ പറഞ്ഞ വാചകം ഒന്നുകൂടി നിങ്ങൾ കേട്ടോ. പല്ലി എന്ന് പറഞ്ഞ വിഷജന്തുവാണെന്ന് പറയുന്നത് കേട്ടോളൂ. കടുക്കടയിലായാലും എവിടെ ആയാലും ഒരുപാട് ജീവജാലങ്ങൾ നമ്മൾ അവരുടെയൊക്കെ കാഷ്ടവും വിയർപ്പുകളും മറ്റു പലതും വിഷാംശമുള്ളവയാണ്. അതിന്റെ വിഷാംശം തിരിച്ചറിയ വരെയില്ല. ഇപ്പൊ ചെലന്തിയെ പറ്റിയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എട്ടുകാലിയൊക്കെ. അതിന്റെ ഒക്കെ പിന്നെ ആയുർവേദ ഡോക്ടർമാർ അതിന്റെയൊക്കെ വിഷം തട്ടിയാൽ പിറ്റേന്നും മറ്റന്നാളൊന്നും അറിയില്ല, ഒരുപാട് നാൾ കഴിഞ്ഞാൽ പ്രകടമാവുക എന്നൊക്കെ. പല്ലിയുടെ കാഷ്ടം അങ്ങനെ പലതും. പല്ലി കാട്ടിച്ചാ മതി, അതുപോലെ വിഷാന്ന് പറഞ്ഞു. പല്ലി മൂത്രിച്ച മൂത്രം വിഷാണ്. ഇത് മുഹമ്മദ് നബി ഗവേഷണം നടത്തി കണ്ടെത്തിയതല്ല, അള്ളാന്റെ വഹീന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ്. അതുകൊണ്ട് ഒരു കാര്യം മാത്രം അവസാനമായി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഫലാ വറബ്ബിക് ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. അല്ലാഹുവിനെ തന്നെ സത്യം, ഒരിക്കലും അവർ വിശ്വാസികളാവുകയില്ല ഏതുവരെ അവർക്കിടയിൽ ഏത് പ്രശ്നമുണ്ടെങ്കിലും പ്രവാചകനിലേക്ക് അവർ മടക്കുന്നത് വരെ. പ്രവാചകൻ ഒരു വിധി അങ്ങ് പറഞ്ഞാൽ, പ്രവാചകൻ ഒരു കാര്യം അങ്ങ് പറഞ്ഞാൽ പിന്നെ തന്നിഷ്ടം പ്രവർത്തിക്കാൻ പാടുള്ളതല്ല. മുഹമ്മദ് നബി എന്താണോ പറഞ്ഞത് അത് സ്വീകരിക്കണം കേട്ടോ. അത് ഇസ്ലാമിന്റെ നിയമമാണ്. മരണാനന്തര ജീവിതത്തിന് ആവശ്യമാണ്. മരണാനന്തരം മനുഷ്യന്റെ വിജയത്തിന് ആവശ്യമാണ്. ദുനിയാവിൽ ഒരുപാട് പരിഹാസ്യങ്ങൾ, അതുപോലെ തന്നെ ഒരുപാട് വിമർശനങ്ങൾ, ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ അത് കേൾക്കേണ്ടി വന്നാലും മുജാഹിദുകൾ ആഗ്രഹിക്കുന്നത് റബ്ബിന്റെ കോടതിയിൽ അള്ളാഹുവിന്റെ മുന്നിൽ വിജയിക്കണമെന്നാണ്, നാഥന്റെ മുന്നിൽ വിജയിക്കണമെന്നാണ്. അള്ളാഹുവിന്റെ മുന്നിൽ വിജയിക്കാൻ അള്ളാന്റെ ഖുർആൻ സ്വീകരിക്കാതെ പറ്റില്ല, പ്രവാചകന്റെ ഹദീസ് സ്വീകരിക്കാതെ പറ്റില്ല, പ്രവാചകനെ ഇത്തിബാ ചെയ്യാതെ പറ്റില്ല. അതുകൊണ്ട് പരിഹാസം ഞങ്ങൾക്ക് പ്രശ്നമല്ല, ആക്ഷേപം ഞങ്ങൾക്ക് പ്രശ്നമല്ല. ലാ യഖാഫൂന ലൗമത ലായിം, ആരുടെയും ആക്ഷേപം ഞങ്ങൾ വകവെക്കുന്നില്ല.
ആക്ഷേപകന്റെ ആക്ഷേപങ്ങൾ വകവെക്കാതെ അള്ളാഹുവിന്റെ മാർഗത്തിൽ മുജാഹിദുകൾ പണിയെടുക്കുന്നുവെങ്കിൽ, പരിശ്രമിക്കുന്നുവെങ്കിൽ, വരാനിരിക്കുന്ന മരണാനന്തര ജീവിതത്തിന്റെ മോക്ഷത്തിന് വേണ്ടിയാണ്, അവിടുത്തെ വിജയത്തിന് വേണ്ടിയാണ്, അള്ളാഹുവിന്റെ മുന്നിൽ രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ്, നാഥന്റെ മുന്നിൽ, പടച്ചവന്റെ മുന്നിൽ ഞങ്ങൾക്ക് വാദിക്കാൻ കഴിയും. നാഥാ, നിന്റെ ഖുർആനിന്റെ ആശയങ്ങളെ പരിഹസിച്ചവൻ, നിന്റെ പ്രവാചകനെ പരിഹസിച്ചവൻ, നിന്റെ പ്രവാചകന്റെ ഹദീസുകളെ പരിഹസിച്ചവൻ, ആ പരിഹസിച്ചവർക്കെതിരെ സംസാരിക്കാൻ ഞങ്ങൾ ഒരുങ്ങി. നാഥാ, അവർക്കെതിരെ ഞങ്ങൾ സംസാരിച്ചു പടച്ച തമ്പുരാനെ. അവർ ഞങ്ങളെ ആക്ഷേപിച്ചപ്പോഴും നവയാഥാസ്ഥികനെന്ന് വിളിച്ച് പരിഹസിച്ചപ്പോഴും ഞങ്ങളെ കുറ്റപ്പെടുത്തിയപ്പോഴും ഞങ്ങൾക്കെതിരെ ശകാരവർഷങ്ങൾ പറഞ്ഞപ്പോഴും അല്ലാഹുവേ, നിന്റെ വജുദ്ദേശിച്ചുകൊണ്ട് മാത്രം ഈ ദീനിന് വേണ്ടി ശബ്ദിച്ചവരാണെന്ന് നാഥന്റെ അടുക്കൽ പറയാൻ, അതിനുവേണ്ടിയാണ് സഹോദരങ്ങളെ ഈ പരിപാടി, അതിനുവേണ്ടിയാണ് ഈ പ്രവർത്തനം. ലോകത്തുള്ള മുഴുവൻ ജാടകളും അസ്തമിച്ചു പോകും. ഈ ലോകത്തിന്റെ പളപളപ്പൊക്കെ അസ്തമിച്ചു പോകാനുള്ളതാണ്. നാം എല്ലാവരും മരിക്കാനുള്ളവരാണ്. ഈ ലോകത്ത് നിന്ന് യാത്രയാകാനുള്ളവരാണ്. പടച്ചവന്റെ കോടതിയിൽ എത്തിപ്പെടേണ്ടവരാണ്. ഖബറിൽ കഴിച്ചുകൂട്ടേണ്ടവരാണ്. നാഥന്റെ മുന്നിൽ എത്തിപ്പെടേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന ഖബർ ജീവിതം സുഗമമാകാൻ, ആ ലോകത്ത് സുന്ദരമായൊരു ജീവിതം നയിക്കാൻ, ബർസഖിൽ സുഖമായി കഴിച്ചുകൂട്ടാൻ, നാളെ പാരത്രിക ലോകത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു വിളിച്ചുകൊണ്ടുവരുമ്പോ, മഹ്ശറയിലേക്ക് വിളിച്ചുകൊണ്ടുവരുമ്പോ, അതെ, എല്ലാവരും സഫ് സഫായി നിരന്നു നിൽക്കുന്ന ആ സന്ദർഭത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല വിചാരണ ചെയ്യപ്പെടുമ്പോ അത് ഹിസാബ് യസീറ, എളുപ്പ വിചാരണയായിട്ട് ഇതാ ഒരു വിഭാഗം സ്വർഗത്തിലേക്ക് പോകൂ എന്ന് പറയുമ്പോ അതിന്റെ മുന്നിൽ നിന്നുകൊണ്ട്, പ്രവാചകന്റെ പിന്നിൽ നിന്നുകൊണ്ട്, പ്രവാചകൻ ആ ലിവാ ഉൽ ഹംദ്, ആ ലിവാ ഉൽ ഹംദിന്റെ കീഴിൽ നിന്നുകൊണ്ട് പ്രവാചകനോടൊപ്പം സ്വർഗത്തിലെത്താൻ, അതിനുവേണ്ടി ആക്ഷേപങ്ങൾ സഹിച്ചാലും, അതിനുവേണ്ടി അധിക്ഷേപങ്ങൾ സഹിച്ചാലും മുജാഹിദ് പ്രസ്ഥാനം ധീരോദത്തമായി മുന്നോട്ട് പോവുകയാണ്. പ്രമാണങ്ങളെ തള്ളിപ്പറയുന്നൊരു മുജാഹിദുകാരൻ ഞങ്ങളുടെ കൂട്ടത്തിലില്ല. ഹദീസുകളെ തള്ളിപ്പറയാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. പ്രവാചകൻ പറഞ്ഞോ, ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ്. പ്രവാചകൻ പ്രഖ്യാപിച്ചോ, ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ്. അത് പ്രവാചകൻ പറഞ്ഞ രൂപത്തിൽ, പ്രവാചകൻ ഉദ്ദേശിച്ച രൂപത്തിൽ സ്വീകരിക്കാൻ തയ്യാറാണ്. ആ രൂപത്തിലുള്ള ജിഹാദാണ് മുജാഹിദുകൾ നടത്തുന്നത് എന്ന് തിരിച്ചറിയണം എന്ന് മാത്രമാണ് ഈ സമയത്ത് എനിക്ക് എന്നോടും എന്റെ സഹോദരങ്ങളോടും പ്രത്യേകം ഓർമ്മിപ്പിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ അവന്റെ അടുക്കൽ സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഇസ്ലാമിന്റെ ശത്രുക്കളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയും നമ്മുടെ ആദർശത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ദീനിനു വേണ്ടി നിലകൊള്ളാനും ആ മാർഗത്തിൽ ഉറച്ചു നിൽക്കാനും അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി വാദിക്കാനും അവസാനം ആ മാർഗത്തിൽ ഷഹീദാകാനുമുള്ള തൗഫീഖ് നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിനാ الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم برحمتك يا أرحم الراحمين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.